ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം. 26 ഇനം മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നതായാണ് വിവരം. പല ആശുപത്രികളും ലോക്കൽ പർച്ചേസിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. കോവിഡും പകർച്ചവ്യാധിയും വ്യാപകമാകുമ്പോൾ ഇടുക്കി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. ജില്ലാ ആശുപത്രിയിൽ തന്നെ ഏകദേശം 206 ഇനം മരുന്നുകൾ ലഭിക്കാനില്ലെന്നാണ് വിവരം. ആന്റിബയോട്ടിക്, പ്രമേഹം, പ്രഷർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവയൊന്നും ഇപ്പോൾ ആശുപത്രികളിൽ കിട്ടാനില്ല. ഇടുക്കി ജില്ലാ ആശുപത്രിക്കൊപ്പം തൊടുപുഴ ആശുപത്രിയിലും മരുന്ന് ക്ഷാമം രൂക്ഷമാണ്. പാരസെറ്റമോൾ പോലുള്ള വളരെ കുറച്ചിനം മരുന്നുകൾ മാത്രമാണ് ഇപ്പോൾ ആശുപത്രികളിലെല്ലാം സ്റ്റോക്കുള്ളത്. മരുന്നുകൾക്ക് പുറത്തേക്ക് കുറിക്കേണ്ട ഗതികേടിലാണ് ഡോക്ടർമാരും. കിടത്തി ചികിത്സ നൽകുന്ന രോഗികൾക്കും മരുന്ന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രി അധികൃതർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ലോക്കൽ പർച്ചേസ് നടത്തി മരുന്ന് ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. പുതിയ കോട്ട എത്തുന്നതിന് മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ജനങ്ങളെ വലയ്ക്കുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആശ്രയമായിരിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്ത സ്ഥിതി വരുന്നത്. മരുന്നുകൾ പുറത്തേക്ക് കുറിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും രോഗികളുടെ അനിഷ്ടവും ഡോക്ടർമാർക്ക് നേരിടേണ്ടി വരുന്നു. സ്വകാര്യ ലോബിക്ക് വേണ്ടി ഡോക്ടർമാർ മനഃപൂർവ്വം പുറത്തേക്ക് മരുന്ന് കുറിക്കുന്നു എന്ന ആരോപണമാണ് ഇവർക്കും കേൾക്കേണ്ടി വരുന്നത്. പ്രതിസന്ധിക്ക് എപ്പോൾ പരിഹാരമുണ്ടാകും എന്ന ചോദ്യത്തിന് അധികൃതരാരും വ്യക്തമായ ഉത്തരം നൽകുന്നുമില്ല. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.